ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമെങ്കിൽ നിയമവും ചട്ടവും പൊളിച്ചെഴുതുമെന്ന് മന്ത്രി കെ രാജൻ. കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊയ്യ പഞ്ചായത്ത് 15-ാം വാർഡ് അത്തിക്കടവ് റിംഗ് റോഡ് അപകട ഭീഷണി ഉയർത്തുന്നു. വിഷയത്തിൽ അധികൃതർ മൗനം വെടിയണമെന്ന് നാട്ടുകാർ. മാളയിൽ കടന്നൽ ആക്രമണം 2 പേർക്ക് കുത്തേറ്റു. ആളൂർ നിവാസികളായ ദമ്പതികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. മാള കോട്ടമുറി കൊടവർത്തുന്ന റോഡിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമെങ്കിൽ നിയമവും ചട്ടവും പൊളിച്ചെഴുതുമെന്ന് മന്ത്രി കെ രാജൻ. നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ലെന്നും ആവശ്യമെങ്കിൽ പൊളിച്ചെഴുതുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആരോഗ്യ സുരക്ഷയ്ക്കായി ആർദ്രം, ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിന് ലൈഫ് മിഷൻ, മാലിന്യമുക്ത കേരളം സാക്ഷാത്കരിക്കുന്നതിന് ഹരിത കേരളം എന്നീ 4 മിഷനുകൾ പിണറായി സർക്കാരാണ് നവകേരളം സൃഷ്ടിക്കുന്നതിനായി അവതരിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. 8.5 വർഷക്കാലത്തിനിടയിൽ ലൈഫ് മിഷനിലൂടെ 4,54,000 വീടുകൾ നിർമ്മിച്ചു. പട്ടയ മിഷനിലൂടെ 3,75,000 ഓളം ഭൂരഹിതരെ പട്ടയ ഉടമകളാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 3 മിഷൻ പ്രവർത്തനങ്ങളിൽ മുന്നേറുകയാണിപ്പോൾ. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിനുള്ള പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ്. 3 വർഷത്തിന് മുൻപ് കണ്ടെത്തിയ 66,000 പേരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യം. രണ്ടാമത്തെ മിഷൻ 2025 മാർച്ച് 31 ലോക മാലിന്യമുക്ത ദിനത്തിൽ മാലിന്യമുക്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനും സംസ്ഥാനം ഒരുങ്ങുകയാണ്. 3. എല്ലാ കിടപ്പുരോഗികൾക്കും സാന്ത്വനം പരിചരണം ഉറപ്പുവരുത്തുന്നതും മിഷന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. 4ാമത്തെ മിഷൻ ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും മാന്യമായി കുടുംബം പോറ്റാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കി വരിക എന്നതാണെന്നും മന്ത്രി പറഞ്ഞു. 2008 മുൻപ് വാങ്ങിയ ഭൂമി 10 സെന്റിൽ കുറവ് സ്ഥലം മാത്രമുള്ളയാൾക്ക് BTR രേഖപ്പെടുത്തിയ ഭൂമി നിലമാണെങ്കിൽ പോലും മറ്റ് ഭൂമിയില്ലെങ്കിൽ തരം മാറ്റാതെ 1285 ചതുരശ്ര അടിയുള്ള വീട് വയ്ക്കാനും 600 ചതുരശ്ര അടിയുള്ള കടയുമാണ് പണിയുന്നതെങ്കിൽ തരം മാറ്റാതെ തന്നെ അനുമതി നൽകാൻ നിയമമുണ്ട്. കെട്ടിടം പണിത ശേഷം തരം മാറ്റിയെടുക്കാം. വടക്കാഞ്ചേരിയിൽ അവണൂർ പഞ്ചായത്തിൽ കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിൽ അനുമതി നൽകിയത് തൃശൂർ ജില്ലയിലാണെന്നത് അഭിമാനകരമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ MLA-മാരായ KK രാമചന്ദ്രൻ, VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, ഇരിങ്ങാലക്കുട RDO MC റജിൽ, ജനപ്രതിനിധികൾ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. പൊയ്യ പഞ്ചായത്ത് 15-ാം വാർഡ് അത്തിക്കടവ് റിംഗ് റോഡ് അപകട ഭീഷണി ഉയർത്തുന്നു. കൊടകര കൃഷ്ണൻകോട്ട സംസ്ഥാന പാതയോട് ചേർന്നുള്ള റോഡാണ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. വിഷയത്തിൽ അധികൃതർ മൗനം വെടിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 6 മാസത്തോളമായി ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. പലതവണ ഈ റോഡിലെ മെറ്റലിൽ തെന്നി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 6 മാസത്തിനിടെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്തെങ്കിലും വീണ്ടും തകർന്ന അവസ്ഥയിലാണ്. പലതവണ പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ടും റോഡ് നവീകരണം നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ 2 മഴ പെയ്ത് കഴിഞ്ഞാൽ റോട്ടിലെ കംപ്ലീറ്റ് റോട്ടിലെ മെറ്റലും ഇതെല്ലാം റോട്ടിൽ കിടക്കുന്നത് ദിവസം വണ്ടിക്കാർ ഇടിഞ്ഞു പിടിച്ച് വീഴുന്നത്. അപ്പോൾ പഞ്ചായത്തിലെ പറഞ്ഞിട്ട് മെമ്പർ പറയട്ടായി ഇതുവരെ ഓരോ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതാണ് സംഭവം. മെമ്പറോട് ചോദിച്ചപ്പോൾ റിപ്പോർട്ട് കൊടുത്താൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് റിപ്പോർട്ടിനെ കൊടുക്കണേ. ഈ ടാറിംഗ് റോഡ് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. ഒരു വണ്ടിക്കാരെ വന്നാലും ഒക്കെ വന്നാലും 2 വീലർക്കാരൻ മാത്രം തെന്നി വീഴണേ. എല്ലാ ദിവസവും ഞങ്ങൾ അടിച്ച് പറഞ്ഞത്. അയലക്കാരെ 2 വീട്ടുകാരുണ്ട്, 2 വീട്ടുകാരോടാണ് അടിച്ച് പറഞ്ഞത്. പ്രധാന റോഡിൽ നിന്നും ഉയർന്ന റോഡാണിത്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ മെറ്റൽ ഇളകി താഴേക്ക് ഒഴുകിയെത്തുകയാണ്. ഇവയിൽ തെറ്റിവീണ് യാത്രക്കാർക്ക് അപകടവും പറ്റുന്നു. സമീപത്തെ വീട്ടുകാരാണ് മെറ്റൽ രാവിലെയും വൈകിട്ടും കോരി മാറ്റുന്നത്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. മീഡിയ ടൈം, മാള. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല, രാഷ്ട്രീയ കളികൾ നിരോധിച്ചാൽ മതി. മതത്തിന്റെ പേരിൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് മതം നിരോധിക്കാറില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ചെയ്യുന്നതിന് രാഷ്ട്രീയം നിരോധിക്കാൻ കഴിയില്ല. ക്യാമ്പസുകളിൽ പൂർണ്ണമായും രാഷ്ട്രീയം നിരോധിക്കാനാവില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഹാനികരമായ സമ്പ്രദായം ഇല്ലാതാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.
ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. പൊതു താൽപര്യ ഹർജി ജനുവരി 23 വീണ്ടും പരിഗണിക്കും. മാളയിൽ കടന്നലാക്രമണം 2 പേർക്ക് കുത്തേറ്റു. ആളൂർ നിവാസികളായ ദമ്പതികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. മാള കോട്ടമുറി കൊടവത്തുകുന്ന് റോഡിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ആളൂർ പുളിക്കൻ വീട്ടിൽ സേവ്യർ, ഭാര്യ ഡെയ്സി എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. റോഡിലൂടെ നടന്നു വരികയായിരുന്ന ദമ്പതികളെ കടന്നൽ കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവരെ ഓട്ടോ തൊഴിലാളികൾ മാള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. മറ്റു വാർത്തകളിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അന്നമനട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കർഷക സംഘങ്ങൾ ചേർന്ന് ധർണ സംഘടിപ്പിച്ചു. വെണ്ണിപ്പാടം പൊന്മണി കർഷക സംഘം, വെണ്ണിപ്പാടം വടക്കുംഭാഗം കർഷക സംഘം, കാച്ചാണിപ്പാടം കർഷക സമിതി, അടൂർപ്പാടം കർഷക സമിതി, കുമ്പിടിപ്പാടം കർഷക സമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിളകൾ നശിച്ചതിൻ്റെ നമുക്ക് സർക്കാർ തന്നെ ആനുകൂല്യങ്ങളൊന്നും കൃത്യമായി കിട്ടുന്നില്ല. മറ്റു പല കാര്യങ്ങളും ഗവൺമെൻറ് തടസ്സപ്പെടുമ്പോഴും നമുക്ക് ഏറ്റവും അത്യാവശ്യമായി കർഷകരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത പഞ്ചായത്തിനും അതുപോലെ നമ്മളെ ഭരിക്കേണ്ട സർക്കാരിനും ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നോബിൾ കണ്ണപ്പ അധ്യക്ഷനായ ധർണയിൽ ജെന്നി ചക്കാലയ്ക്കൽ, പത്രോസ് CV, അഞ്ചു തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത അന്നമനട ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കർഷക സമിതികൾ നടത്തിയ ധർണ തികച്ചും ദൗർഭാഗ്യകരമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് മീഡിയ ടൈമിനോട് പ്രതികരിച്ചു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ കൃഷിയെ ബാധിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ അകത്തുണ്ട്. ആ യാഥാർത്ഥ്യത്തിനകത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തെ പാടശേഖര സമിതികൾ നൽകിയ അപേക്ഷ പ്രകാരം അത് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ദുരന്ത നിവാരണ പദ്ധതിയിൽപ്പെടുത്തി കരിക്കാട്ടുചാലിൽ വെള്ളം ചണ്ടിയും പുല്ലും നിറഞ്ഞു നിൽക്കുന്ന ആ സംവിധാനത്തെ മാറ്റി അതിൽ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിക്ക് വേണ്ടി 5 ലക്ഷം രൂപ ആ പദ്ധതിയിൽപ്പെടുത്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആ പരാതി കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ ആരംഭിച്ചതാണ്. ആ പദ്ധതിക്ക് എസ്റ്റിമേറ്റ് എടുത്ത് TS കഴിഞ്ഞ ദിവസം നമുക്ക് TS കിട്ടി. ടെൻഡർ നടപടിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ സമരവുമായി ആളുകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അത് അത്യന്തം ദൗർഭാഗ്യകരമായി പോയി എന്നാണ് പറയാനുള്ളത്. പാടശേഖര സമിതികൾ നൽകിയ പരാതി മുഖവിലക്കെടുത്ത് അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് കരിക്കട്ടിച്ചാലിൽ നീരൊഴുക്ക് സുഗമമാക്കാനുള്ള പ്രവൃത്തികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെക്കുക എന്നും പ്രസിഡന്റ് പറഞ്ഞു. CPIM മാള ഏരിയ സമ്മേളനം ഡിസംബർ 17, 18, 19, 20 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സഖാവ് VK ശങ്കരനാരായണൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. 17, 18, 19, 20 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിനോട് മുന്നോടിയായി വലിയ പരിപാടികൾ നമ്മൾ നടത്തിയിരുന്നു. അനുബന്ധമായ പരിപാടികൾ വനിതകളുടെ കൃഷി LICയിൽ നടത്തി. 17 ഉച്ചയ്ക്ക് 3 മണിക്ക് കല്ലേറ്റുങ്കര മാഹിന്റെയും അഷ്ടമിച്ചില മാരേക്കട VK മനോജിന്റെയും രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും കൊടിമര പതാക ജാഥകൾ ആരംഭിച്ച് കോണത്തുകുന്ന് സീതാറാം യെച്ചൂരി നഗറിൽ സംഘാടക സമിതി ചെയർമാൻ M രാജേഷ് പതാക ഉയർത്തും. 18, 19 തീയതികളിൽ പ്രതിനിധി സമ്മേളനം സീതാറാം MD കൺവെൻഷൻ സെന്ററിൽ നടക്കും. 20 വൈകിട്ട് പൊതുസമ്മേളനം നടക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. പത്രസമ്മേളനത്തിൽ M രാജേഷ്, TK സന്തോഷ്, KV ഉണ്ണികൃഷ്ണൻ, CR പുരുഷോത്തമൻ, CS രഘു എന്നിവർ പങ്കെടുത്തു. ഭാരത സർക്കാരിന്റെ ISRO സംഘം പടിഞ്ഞാറെ വെമ്പലൂർ ശ്രീ സായി വിദ്യാഭവനിൽ പ്രദർശനം നടത്തി. സംഘം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബഹിരാകാശ രംഗത്ത് കൈവരിച്ച അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന അതിശയകരമായ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചും മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവബോധം കൊടുക്കുന്ന സ്പേസ് ഓൺ വീൽസിന്റെ വീഡിയോ പ്രദർശനവും സംശയ നിവാരണവും നടത്തി. തൃശൂർ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 4 വിദ്യാലയങ്ങളിൽ നിന്നായി ശ്രീ സായി വിദ്യാഭവന്റെ അഭിമാന നിമിഷങ്ങളായി. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കി. ISROവിന്റെ സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ അസിസ്റ്റന്റായ മിസ്റ്റർ ഉണ്ണി, വിജ്ഞാനഭാരതി കോർഡിനേറ്റർ ഗോവിന്ദ്, ISRO ഉദ്യോഗസ്ഥരായ സമ്പത്ത്, തൻസീർ എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ബാബാസായി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ, സ്കൂൾ ഡയറക്ടർ C വിജയകുമാരി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ഭീമേനോൻ, പ്രിൻസിപ്പൽ CG സിജേഷ്, വൈസ് പ്രിൻസിപ്പൽ മോഹൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുനമ്പം ജനതയുടെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കണമെന്ന് കോട്ടപ്പുറം രൂപതാ വികാരി റോക്കി റോബി കളത്തിൽ അഭിപ്രായപ്പെട്ടു.
കോട്ടപ്പുറം വികാസ് ഭവനിൽ നടന്ന സംസ്ഥാന CLC ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ക്രിസ്തുമസ് ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുനമ്പം തർക്കത്തിന് സമാധാനപരവും നീതിയുക്തവുമായ പരിഹാരമുണ്ടാകണം. ഭരണഘടനാ തത്വങ്ങളാലും പരസ്പര ബഹുമാനത്താലും നയിക്കപ്പെടുന്നതാകണം പരിഹാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തലമുറകളായി മുനമ്പത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അവകാശ പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും CLC വ്യക്തമാക്കി. സംസ്ഥാന പ്രൊമോട്ടർ ഫാദർ ഫ്രജോ വാഴപ്പള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപത പ്രൊമോട്ടർ ഫാദർ ലിനു പുത്തൻചക്കാലയ്ക്കൽ സന്ദേശം നൽകി. സംസ്ഥാന പ്രസിഡന്റ് സാജു തോമസ് നയപ്രഖ്യാപനം നടത്തി. തൃശൂർ അതിരൂപത അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സെബി വെളിയൻ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജിൽ C. ജോസഫ്, ഷീല ജോയ്, കോട്ടപ്പുറം രൂപത പ്രസിഡന്റ് ജസ്മോൻ തോമസ്, സംസ്ഥാന സെക്രട്ടറി ഷോബി കെ പോൾ എന്നിവർ സംസാരിച്ചു. മള ഹോളി ഗ്രേസ് അക്കാദമിയുടെ 25ാം വാർഷികം ഹോളി ഫെയർ ഫിയസ്റ്റയ്ക്ക് തുടക്കമായി. കോൺക്ലേവ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒരു സദസ്സിലെ ഉത്സവത്തിന് കൊടിയേറ്റത്തിന് ആളുകളില്ല എന്ന് പറയുന്നത് അതിന് എത്രത്തോളം ഒരു അർത്ഥം കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ മുന്നിൽ കാണുന്ന കുട്ടികളുടെ സന്തോഷമാണ്. ഇനി വരാൻ പോകുന്ന 6 ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന പരിപാടികളിൽ അവർ പങ്കെടുക്കുമല്ലോ എന്ന്, പങ്കെടുക്കാൻ സാധിക്കുമല്ലോ എന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതുമതി ഉത്സവത്തിന്റെ ഉദ്ഘാടനം അവരുടെ മനസ്സിൽ പതിക്കാൻ. അല്ലാതെ ഒരു പ്രഭാഷണത്തിന് അതിന് പ്രസക്തി കുറവാണ്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ പരിപാടികളാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. സാധാരണ ഇങ്ങനെയുള്ള ഉദ്ഘാടന സഭകൾ ഹോളി ഗ്രേസ് ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ AS ചന്ദ്രകാന്ത, ഡോക്ടർ അജിത് കുമാർ, ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ എന്നിവർ സംസാരിച്ചു. മോട്ടോർ ഷോ, സംഗീത പരിപാടി, നാഷണൽ ലെവൽ മാനേജ്മെന്റ് ഫെസ്റ്റ്, ലഖാഡോ, വാർദ്ധക്യകാല വിവാഹമോചനം എന്ന വിഷയത്തിൽ സംവാദം എന്നിവയാണ് ഡിസംബർ 21 വരെയുള്ള വാർഷിക ആഘോഷ പരിപാടികൾ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള ഏരിയ വടമ യൂണിറ്റ് സമ്മേളനം അഷ്ടമിച്ചിറയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനമാണ് തയ്യൽ തൊഴിലാളികളുടെ ഈ കൂട്ടായ്മ. ഈ കാലഘട്ടത്തിൽ നമുക്ക് നേരെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വരവിലൂടാൻ കഴിയുമോ? ഏതെങ്കിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് നമുക്കെതിരെ വരവിലൂടാൻ കഴിയുമോ എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ നമ്മളിൽ തന്നെ ചില ആളുകൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാകുന്നുണ്ട്. ഈ യൂണിഫോമിന്റെ ഈ യൂണിറ്റി കാണുമ്പോ ഇത് ഇടതുപക്ഷ പിന്തുണയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചായ്വുള്ള ആളുകളാണോ അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് എന്നൊരു സംശയം ചിലരിലെങ്കിലും നമ്മുടെ കൂടുതലുള്ള ആളുകളുടെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ളതുകൊണ്ട് അവർക്ക് തയ്യൽക്കാരാണ് ഇരിക്കുന്നതൊക്കെ തയ്യൽക്കാരെ കളർ പഠിപ്പിക്കണം. നമ്മള് ചുവന്ന കളറ്, ചുവന്ന ബ്ലൗസ്, എന്റെ കളർ തയ്യൽക്കാരെ പഠിപ്പിക്കണം വേണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ എന്താ പറയാ കളർ മാറ്റി പിടിക്കുന്ന ഇപ്പം മെറൂൺ കലർന്ന ചുവപ്പിലേക്കൊക്കെ മാറി ഒരു കളർ മാറ്റം ഉണ്ടാകുന്നതിനുള്ള. യൂണിറ്റ് പ്രസിഡന്റ് രമ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, പ്രസിഡന്റ് ലിജി ബിജു, ബിന്ദു മനോഹരം, ലീല ശ്രീധരൻ, നിഷ ബെന്നി, ഷീജ വക്കച്ചൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ വിഡോ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്തിയ കുറിവട്ടമെത്തിയിട്ടും പണം ലഭിക്കുന്നില്ലെന്ന് ഗുണഭോക്താക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 10,000 രൂപ മുതൽ 60,000 രൂപ വരെ നിരവധി പേർക്ക് ലഭിക്കാനുണ്ടെന്നും ഇവർ പറഞ്ഞു. വട്ടെത്തിയിട്ട് 5-8 മാസമായി, ഒരു രക്ഷയില്ല. അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അധികാരം ഒഴിഞ്ഞു, പുതിയ ഭരണസമിതിയാണ് അവരോട് പറയുന്നത്. അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കണക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാമ്പത്തിക ഇടപാടല്ലേ, അപ്പോൾ ഇതൊരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പരിമിതികളുണ്ട്, നിങ്ങൾ ARന് പരാതി കൊടുക്കാൻ പറഞ്ഞു. ഡെപ്പോസിറ്റ് അടക്കം 8 ലക്ഷത്തിൽ പരം രൂപയാണ് സംഘം പലർക്കായും നൽകാനുള്ളത്.
ചാലക്കുടി ആനമല ജംഗ്ഷനിൽ പ്രവർത്തിച്ച ഓഫീസ് ഇപ്പോൾ നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറ്റി. എന്നാൽ ഓഫീസ് കൃത്യമായി തുറക്കുന്നില്ല. കുറി ചേർത്തവരോട് പണം ചോദിക്കുമ്പോൾ തങ്ങളുടെ കാലാവധി കഴിഞ്ഞെന്നും ഇപ്പോൾ പുതിയ ഭരണസമിതിയാണെന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. പുതിയ ഭരണസമിതിയിലുള്ളവരെ സമീപിക്കുമ്പോൾ പഴയ ഭരണസമിതി കണക്കുകൾ ഇതുവരെയും നൽകിയിട്ടില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ചാലക്കുടി പോലീസിനും അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും പരാതി നൽകിയിട്ടും നടപടിയാകുന്നില്ലെന്നും AL രാമദേവൻ, ഡേവിസ് നമ്പാടൻ, NP പ്രദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തി. നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ IK ഗോവിന്ദൻ നേതൃത്വം നൽകിയ പാനൽ സമ്പൂർണ്ണ വിജയം നേടി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊയ്തീൻ, VP സ്റ്റാൻലി, മിനി സഹദേവൻ, മുഹമ്മദ് ഷരീഫ്, സദി പ്രതാപൻ, സോണി, ലെനീഷ് നന്ദിക്കര, ശശികുമാർ, ലവൻ K ഡിൽഷൻ, ഫൗസിയ, അനീസ് എന്നിവരാണ് വിജയിച്ച മറ്റു സ്ഥാനാർത്ഥികൾ. ബാങ്ക് ഭരണം പിടിക്കാൻ BJP തങ്ങളുടെ നഗരസഭാ കൗൺസിലർമാരിൽ ചിലരെ രംഗത്തിറക്കിയിരുന്നുവെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. LDF മത്സര രംഗത്തും ഉണ്ടായിരുന്നില്ല. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി അന്നമട ഗ്രാമപഞ്ചായത്തിന്റെ കൈത്താങ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി ഗ്രാമപഞ്ചായത്ത് സഹായ ഉപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലയിൽ നൂതനങ്ങളായ ആശയങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് 4 വർഷം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മുതിർന്ന പൗരന്മാരുടെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ട കുട്ടികളുടെയും അതോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ അംഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ക്ഷേമരംഗത്ത് നമ്മൾ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ സംസ്ഥാനത്തിന് മാതൃകയായി തന്നെ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു നയം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സംസ്ഥാനം മുന്നോട്ട് വരുമ്പോൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കരട്, അതിൻ്റെ നയവുമായി ബന്ധപ്പെട്ട കരട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിനകത്ത് ക്ഷണിക്കപ്പെട്ട അതിൽ പദ്ധതി വിശദീകരിക്കാൻ അവസരം ലഭിച്ച 5 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്താണ്. അങ്ങനെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും ആരോഗ്യവും സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ അധ്യക്ഷത വഹിച്ചു. അന്നമട ക്രിസ്തുരാജ് ദേവാലയ വികാരി ഫാദർ ജോഷി കല്ലേരി മുഖ്യാതിഥിയായി. മഞ്ജു സതീശൻ, ഷീജ നസീർ, മോളി വർഗീസ്, ഡോക്ടർ നീന തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് പുതിയതായി ആരംഭിക്കുന്ന ജാതിക്ക സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് 3:30 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് VL ജോൺസൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ ജാതിക്ക സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 19 തീയതി വരുന്ന വ്യാഴാഴ്ച 3:30 പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. തദ്വസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്നതും പ്രിയപ്പെട്ട MP മുഖ്യാതിഥിയായിരിക്കും ഈ ചടങ്ങിന്. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനാകും. സോളാർ പ്ലാന്റ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എബി ജോർജും പ്രൊഡക്റ്റ് ലോഞ്ചിംഗ് ഉദ്ഘാടനം കേരള ബാങ്ക് റീജിയണൽ ജനറൽ മാനേജർ ഡോക്ടർ N അനിൽകുമാർ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രതിനിധികളായ ദിലീപ് പേരാമ്പ്രത്ത്, ആൻഡോ മേലേപ്പുറം, B അബ്ദുൾ മജീദ്, KP സാബിൻ എന്നിവർ സംബന്ധിച്ചു. 3 പതിറ്റാണ്ടായി പറവൂർ പെരുവാരത്ത് പ്രവർത്തിച്ചു വരുന്ന ചിത്രകലാ സ്ഥാപനമായ കലാചാര്യയിലെ മുൻ പഠിതാക്കളായ 20 കലാകാരന്മാരുടെ ചിത്രകലാ പ്രദർശനം ഡിസംബർ 26 മുതൽ 30 വരെ തീയതികളിൽ പറവൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് കലാചാര്യ ഡയറക്ടർ കലാചാര്യ സെബാസ്റ്റ്യനും പ്രിൻസിപ്പൽ കലാചാര്യ സിജിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചിത്രകലാ പ്രദർശനം രാവിലെ 9:30 കലാചാര്യ ശ്രേഷ്ഠ ഗുരു MM വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചിത്ര പ്രദർശനത്തിന്റെ ഭാഗമായി 26 രാവിലെ 11 മുതൽ 1 വരെ പറവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ LP വിഭാഗം മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടക്കും. MR രേഖ, സ്വാമിനാഥൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെറ്റമ്മയുടെ കരുതൽ തുണയായി. വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും 2 വയസ്സുകാരെ രക്ഷിച്ചത് അമ്മയുടെ സമയോചിതമായ ഇടപെടൽ. കൊടുങ്ങല്ലൂരിൽ അഴീക്കോട് മാർത്തോമ ദേവാലയത്തിന് സമീപം പള്ളിയിൽ ബിജോയുടെ വീട്ടിലാണ് ഏതാനും ദിവസം മുൻപ് സംഭവം നടന്നത്. ബിജോയുടെ 2 വയസ്സുകാരനായ മകൻ കെൻസ് ബിജോയ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം. അമ്മ സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നപ്പോൾ കുട്ടി ഗേറ്റിനടുത്ത് ചെന്ന് നിൽക്കുകയും ഇതേസമയം ഗേറ്റ് നിലംപതിക്കുകയായിരുന്നു. അപകടം കണ്ട ഗ്രീഷ്മ നിമിഷാർദ്ധം കൊണ്ട് ഗേറ്റ് താങ്ങിപ്പിടിച്ച് കുട്ടിയെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് ചെയ്തത് ഇന്ത്യയിലെ കോടിപതിയായി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന
അദാനിയുടെ താപനില വൈദ്യുതി പദ്ധതിയിൽ നിന്നാണ് 10 രൂപ മുതൽ 14 രൂപ 26 വയസ്സ് വരെ വില വരുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി അദാനി കമ്പനിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. നമുക്കിത് അംഗീകരിക്കാൻ കഴിയും. എത്ര കോടി രൂപയാണ് നമ്മുടെ കേരളത്തിന് നഷ്ടം വന്നത്? ഇപ്പോൾ വളരെ അടുത്ത കാലത്തെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ 1000 കോടി രൂപ ഇന്ന് ഒരു മാസം നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടാകുന്നു. അതിലെ പല ചാർജുകളും കൂട്ടിയാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടാകുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ OJ ജനീഷ്, DCC സെക്രട്ടറിമാരായ V അബ്ദുൽ കരീം, A അഷറഫ്, ഹക്കീം ഇക്ബാൽ, KK രവി നമ്പൂതിരി, സോയ് കോലഞ്ചേരി, ജോഷി കാഞ്ഞുത്തറ, സന്തോഷ് ആത്തപ്പള്ളി, ഷാജു മണവാളൻ, ബൈജു കണ്ടപ്പശ്ശേരി, കരീം മഞ്ഞളി വളപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുത്തഞ്ചിറയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് CPIയിൽ ചേർന്നവർക്ക് മാണിയങ്കാവ് ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ ഏരിയ സെക്രട്ടറി TK സന്തോഷ് പതാക കൈമാറി സ്വീകരണം നൽകി. പുത്തഞ്ചിറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മെമ്പർ ഷമേജ്, നൌഷാദ്, AV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമെങ്കിൽ നിയമവും ചട്ടവും പൊളിച്ചെഴുതുമെന്ന് മന്ത്രി K രാജൻ. കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊയ്യ പഞ്ചായത്ത് 15-ാം വാർഡ് അത്തിക്കടവ് റിംഗ് റോഡ് അപകട ഭീഷണി ഉയർത്തുന്നു. വിഷയത്തിൽ അധികൃതർ മൗനം വെടിയണമെന്ന് നാട്ടുകാർ. മാളയിൽ കടന്നൽ ആക്രമണം 2 പേർക്ക് കുത്തേറ്റു. ആളൂർ നിവാസികളായ ദമ്പതികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. മാള കോട്ടമുറി കൊടവർത്തുന്ന റോഡിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.